ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് SOCE. SOCE എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇൻകം സ്റ്റേറ്റ്മെന്റിൽ, അതായത് ഇക്വിറ്റിയുടെ മൂവ്മെന്റ് മൂലം എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് റീകൺസിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ വാട്ട് ഈസ് SOCE എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റീകൺസിൽസ് ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ മൂവ്മെന്റ് ഓൺ ഇക്വിറ്റി ഫോർ ദ പീരീഡ് എന്ന് എഴുതുക. അതിനുശേഷം അതിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതിന്റെ ഫോർമാറ്റ് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതിന്റെ പ്രൊഫോമ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ മൂവ്മെന്റ് വരാം, റീറ്റെയിൻഡ് ഏർണിങ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ക്യാപിറ്റൽ റിസർവ്, റിവാലുവേഷൻ സർപ്ലസ്, ട്രഷറി സ്റ്റോക്ക്, അതുപോലെ ടോട്ടൽ. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ അതിന്റെ ഫോർമാറ്റ് വരിക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പണിംഗ് ഡേറ്റിലെ, അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ ഇക്വിറ്റി ഷെയർ ഉണ്ടാവാം, ഓപ്പണിംഗ് ഡേറ്റിൽ റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റിലെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടാവാം, ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവാം, റിവാലുവേഷൻ സർപ്ലസ് ഉണ്ടാവാം, ട്രഷറി സ്റ്റോക്ക് ഉണ്ടാവാം, അതിന് ടോട്ടൽ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ ഉണ്ടെങ്കിൽ അത് കാണിക്കുക, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ കാണിക്കുക. അതിനുശേഷം ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെയാണ് അതിൽ പറയുക. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് നമ്മൾ കാണിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ റിസർവിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവാം, അതുപോലെ ഡിവിഡൻറ്റുകൾ വരാം. നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുമല്ലോ, അപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഡിവിഡൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ഷെയർ ബൈ ബാക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർ നമ്മൾ തിരിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. അതുപോലെ റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ വരാം. അവസാനം നമ്മൾ ബാലൻസ് വർക്കൗട്ട് ചെയ്യുക, ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമുക്ക് SOCE മാത്രം വരയ്ക്കാനായിട്ട് വരാം, അല്ലെങ്കിൽ SA പ്രോബ്ലത്തിൽ SOCE വരയ്ക്കുന്ന ഒരു പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ SOCE മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ അത് മാത്രം ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 263 ഒരു പ്രോബ്ലം ഉണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ SOCE എന്ന് പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഷെയർ ക്യാപിറ്റലിന്റെ ഓപ്പണിങ്ങും, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ ഓപ്പണിങ്ങും, സർപ്ലസിന്റെ ഓപ്പണിങ്ങും, ജനറൽ റിസർവിന്റെ ഓപ്പണിങ്ങും, റിവാലുവേഷൻ റിസർവിന്റെ ഓപ്പണിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഫോർമാറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ആസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഓരോ കോളം വരയ്ക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കോളം വരയ്ക്കുക, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന കോളം വരയ്ക്കുക, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കോളം വരയ്ക്കുക, ജനറൽ റിസർവ് എന്ന് പറയുന്ന കോളം വരയ്ക്കുക, റിവാലുവേഷൻ റിസർവ് വരയ്ക്കുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്ന കോളം വരയ്ക്കുക. നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റത്തെ തന്നിരിക്കുന്നത് 40 lakh ആണ്, പിന്നെ 10 lakhs, 12,60,000, 26,75,000, 1,20,000. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 90,55,000 ആണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ആണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയറിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഷെയറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ക്യാപിറ്റലിൽ താഴെയായിട്ട് എത്ര എമൗണ്ടിൽ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത് 30 lakh ആണ്. അപ്പോൾ നമ്മൾ 40 lakhന്റെ താഴെയായിട്ട് നമ്മൾ 30 lakh കാണിക്കുക. അതിനുശേഷം വീണ്ടും ക്വസ്റ്റ്യൻ എന്തുണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ ന്യൂ ഇഷ്യൂ ഉണ്ട്. പുതിയതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ അതിൽ പ്രീമിയം വന്നിട്ടുണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ഓഫ് ഷെയറിന്റെ കൂടെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ താഴെയായിട്ട് കാണിക്കാം. കാരണം അത് പുതിയ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ പ്രീമിയം കൂടാണ്. അപ്പോൾ 10 lakhsന് താഴെ എത്ര വരുന്നുണ്ട്, 7,50,000 വരുന്നുണ്ട്. അടുത്താണ് കോംപ്രഹെൻസീവ് ഇൻകം ആണ്. കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർപ്ലസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കാണിച്ചിട്ടുണ്ടല്ലോ. സർപ്ലസ് 12,60,60,000 സർപ്ലസ് ഉണ്ട്. അപ്പോൾ സർപ്ലസ് നമ്മൾ സാധാരണ സർപ്ലസ് എവിടെ നിന്ന് വരെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ 12,60,000 കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്യൂറിംഗ് ദ ഇയറിലെ പ്രോഫിറ്റ് ആണ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് 26,56,000 രൂപയാണ്. അപ്പോൾ 26,56,000 നെറ്റ് പ്രോഫിറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കാണിക്കാനായിട്ട്. അതിനുശേഷം അടുത്ത ഐറ്റം ക്വസ്റ്റ്യനുള്ളത് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ആണ്. അപ്പോൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കറിയാം റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചറിലെ എന്താണ്, അൺഫോർസീൻ കണ്ടിജൻസീസ്, ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന അൺഫോർസീൻ കണ്ടിജൻസീസ്, ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ് റിസർവ്. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. അത് ലാസ്റ്റ് നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ് പറയുന്നുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് ഡിവിഡൻഡ് പെയ്ഡ്. അപ്പോൾ പ്രോഫിറ്റിന് എന്താവും, അത് എമൗണ്ട് കുറയും ഡിവിഡൻഡ് വരുമ്പോൾ. അതിനുശേഷം CDT ഉണ്ട്, 17.47%. ഇപ്പോൾ കറണ്ട് CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ്. അത് അടയ്ക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് ഉള്ളത് എത്രയാണോ പേ ചെയ്യുന്ന ഡിവിഡൻഡ്, അതിന്റെ ഇത്ര ശതമാനം നമ്മൾ എന്ത് ചെയ്യണം, CDT കൊടുക്കണം, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അടയ്ക്കണം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ചെയ്ത ഇതാണ് SOCE. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അതെന്താണെന്ന് ചോദിക്കാം, തിയറി ചോദിക്കാം. അതിനോടൊപ്പം തന്നെ അത് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലം വരാം. അതുപോലെ ചിലപ്പോൾ SA പ്രോബ്ലത്തിൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. Thanks for watching.